എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഏപ്രിൽ 19 ശനിയാഴ്ച. ഇന്ന് ഒരു ചെറിയ വിശേഷമുണ്ട്. 1986 ആദിത്യവിലാസം ഹൈസ്കൂൾ തഴവ 86 SSLC ബാച്ച്, അതായത് SSLC 86 ബാച്ചെന്ന് പ്രത്യേകത, അത് ലാസ്റ്റ് SSLC ആയിരുന്നു. അതിനുശേഷം SSC തുടങ്ങിയത്. ഇന്ന് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, ഏതാനും ചുരുക്കം ചില ആൾക്കാർ മാത്രം എത്തുന്നു. കാരണം എല്ലാവരെയും കണ്ടെത്താനോ അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട്സുകളൊന്നും ഇല്ലായിരുന്നു. കുറേ കാലം കൊണ്ട് ഞങ്ങൾ പരസ്പരം കാണുമെന്ന് ആഗ്രഹം ഉണ്ട്. നാട്ടിലുള്ളവരൊക്കെ പരസ്പരം കാണാറുണ്ട്. എന്നാൽ എനിക്കതിന് സാധിച്ചിട്ടില്ല. കാരണം ഞാൻ സർവീസുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്തായിരുന്നു ഇത്രയും കാലം. അപ്പോൾ ഇന്ന് എല്ലാവരെയും കാണാം എന്നുള്ള സന്തോഷത്തിലാണ്. തുടർന്നുള്ള വിശേഷങ്ങളുമായി എത്താം. സന്തോഷം. സുഖമല്ലേ? നീ എന്ന് വരും? നാട്ടിൽ നിന്ന് വരും? ഞാൻ ചിലപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് നാട്ടിൽ വരുന്നുണ്ട്. ഞാൻ വിളിക്കാം, കാണാമെങ്കിൽ കാണാം. വിളി, നമ്മളെ ഉള്ളവരെ കാണാം. ഇല്ലയോ? ഇങ്ങനെ എല്ലാവരും കാണും, എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ കാണും. ഇത് കാണുന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും. എന്തുവാ നീ വീഡിയോ എടുക്കാന്നോ അതോ വീഡിയോ? ശരിയാ മേടിച്ചിട്ട് അടുത്ത വർഷം 40 വർഷമാണ് സ്കൂൾ പടി ഇറങ്ങിയത്. 2026 40 വർഷം. നമുക്ക് 35 വയസ്സേ ആയുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ സ്കൂളിൽ പടി ഇറങ്ങിയിട്ട് 40 വർഷമായി. നമ്മുടെ തെറ്റല്ല. സർക്കാർ പറയുന്നു നമ്മൾ ചിലരൊക്കെ അടുത്ത വർഷം സർവീസിൽ ഇറങ്ങാൻ പറയും. എന്താണെന്ന് അറിയത്തില്ല, പറയുന്നു. സാബുവിനെ പോലെ സർക്കാർ സർവീസുമായി ബന്ധമില്ലാത്തവർക്ക് ആ പ്രശ്നമില്ല, നിത്യയൗവനമാണ്. നമ്മൾ ഇങ്ങനെ ആളുകളോട് ചേർന്ന് നമ്മുടെ ഹൈദരാബാദിലെ രാജാവ് അശോകന്റെ നേതൃത്വത്തിലാണ് കാര്യമായിട്ട് കാണുന്നത്. അശോകൻ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഗ്രൂപ്പിൽ വല്ലാത്തൊരു ഉണർച്ചയും ഉന്മേഷവും ആവേശവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അശോകന്റെ ഭാര്യയോട് കേൾക്കാനേ പറയുന്നത്. അപ്പം അതാണ് അവസ്ഥ. നമ്മൾ 2026 പുറത്തുള്ള ആളുകളെ കൂടെ ചേർത്ത് കുറച്ചുകൂടെ അതിവിശാലമായി ഒരു കൂട്ടായ്മ ഈ പുതിയ എല്ലാവരും കൊളുത്തിക്കോളൂ, എല്ലാവരും കൊളുത്തിക്കോളൂ. പരേഡും കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ നരേന്ദ്രമോദിയൊക്കെ ആയിട്ട് നിന്ന് കൈ കൊടുക്കുന്ന കാണുമായിരുന്നു. ചെല്ല് അമ്പേ മുരളി, നിങ്ങളെല്ലാവരും പോ. കവിത എവിടെ കത്തീരടേ, കത്തീര്. അങ്ങനെ നീ നിർബന്ധിക്കാതെ, നീ ഇങ്ങനെ നിർബന്ധിക്കാതെ, നീ ഒന്ന് കത്ത്. 5 ഇരിയുള്ള ഒന്നുകൂടെ കത്തീരത്. കത്തീര്, ആത്തോല് കത്തീര്. അൻവറേ, നിന്റെ തിരി എന്തിയാ? കത്തീര്, നീയും കത്തി. ആക്ഷൻ കാണിച്ചാൽ മതി. ഇത് ആക്ഷൻ.
ആ അമ്മയും കത്തിരും ഒരെണ്ണത്തിനകത്ത് ആക്ഷൻ ചെയ്താൽ മതി അമ്മ. അമ്മ ഇതിൽ സീരിയൽ കാണുന്നതുകൊണ്ട് അമ്മയ്ക്ക് അറിയാതെ എങ്ങനെയാണ് നിലവിളക്കും കുടുംബവിളക്കും ഒക്കെ. നിന്നെ അറിയാതിരിക്കാൻ പറ്റത്തില്ല. മുള്ളി ഒത്തിരി മാലയൊക്കെ ഇട്ടേക്കുന്നു സ്വാമിയാന്ന് തോന്നുന്നതാ. ചേടാ ഇത് ആക്ഷൻ കട്ട്. ഈ സെക്ഷനിലാണ് എനിക്ക് അത്ര ഒരു എന്നാലും അറിയാം കേട്ടോ, കാരണം ഗ്രൂപ്പിലൊക്കെ കണ്ട്. ചുരുക്കത്തിൽ ആണുങ്ങളെ ഒന്നും അറിഞ്ഞുവിടാന്ന് നല്ല പിള്ളയാമല്ല അത്രേ ഉള്ളൂ. ആ പിന്നെ പറ പറ. ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തെ തന്നെ അറിഞ്ഞൂടാ. ഗ്രൂപ്പ് വന്നതിന് ശേഷം പരിചയപ്പെടുന്നതാണ് മിക്കവാറും. പക്ഷെ എന്നാലും ഇപ്പൊ എല്ലാം അറിയാന്നാലും ഞാൻ നോക്കുകയാണ്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മ ഉണ്ടായ ശ്രീജ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ MS കാരണം നമുക്ക് അന്ന് അറിവില്ലാത്ത ആ പ്രായം അറിയാലോ, പല കാര്യങ്ങളും അശോകനാണ് പറഞ്ഞു തരുന്നത്. പിന്നീടാണ് മനസ്സിലായത് ആ പറഞ്ഞ നല്ല പൊട്ടത്തരങ്ങളാണെന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് ഈ സിനിമ കാണുന്നതെന്ന് പറയുന്നത് വീട്ടിൽ ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ്. വിശേഷിച്ച് സ്കൂള് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകാന്ന് പറയും. അങ്ങനെയാണ് അശോകൻ ആദ്യമായിട്ട് എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുവന്നത്. സിനിമയുടെ പേര് പുറത്ത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് കൊണ്ടുവരാണ്. അവിടെ ഇരുന്ന് കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന രുദ്രാക്ഷം ഒന്നും കണ്ടില്ല അവൻ്റെ കൊള്ളാം. അയാൾ ആരാന്നും പറഞ്ഞണ്ട ഈ പറയുന്നത് എനിക്കറിയാം. ക്വാളിഫിക്കേഷനൊക്കെ ചോദിച്ചാൽ ഇയാൾ എവിടെ വിചാരിച്ചാണ്ട് വെറും പട്ടാളക്കാരനാണ്. പിന്നെ അതിനകത്തുനിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 5 പേര് ഡൽഹിയിൽ എടേ ഇതൊക്കെ ഒരു നിമിത്തമായി നടക്കേണ്ട, അതിനൊരു സമയമുണ്ട് ദാസ അല്ലേ? എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ അവളിപ്പോ തിരുവനന്തപുരത്ത് താമസിക്കുന്നു.